ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പൊട്ടിക്കടല വെച്ചൊരു സിമ്പിളായിട്ടൊരു റെസിപ്പി വീഡിയോ കണ്ടിട്ട് വന്നാൽ. അപ്പോൾ അതാ ഞാൻ 2 ഗ്ലാസ് പൊട്ടിക്കടല എടുത്തിട്ടുണ്ട്. ശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് പാനിലോട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ നന്നായി ഒന്ന് വറുത്തെടുക്കണ്ടേ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 3-4 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൽ നല്ല അഴുക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ഇതാ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ നെയ്യ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വീണ്ടും നമ്മുടെ നെയ്യ് ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് നമ്മുടെ പുട്ടിൻ്റെ മാവ് നനച്ചാൽ ആ പരുവത്തിലാവണം കേട്ടോ. അതാ അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മാവല്ല, നമ്മുടെ പൊട്ടുകടലപ്പൊടി. അപ്പോൾ നന്നായി ഒന്ന് വറുത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ച് നമ്മുടെ ശർക്കര പാനിയില്ല അത് ഇതിലോട്ട് അല്പമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായി അങ്ങോട്ട് കട്ട പിടിക്കും കേട്ടോ. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. വീണ്ടും കുറച്ച് ശർക്കരപ്പാനി നമ്മൾ അരിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഈ പരുവത്തിലായി വരും. കൈവിടാതെ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാൻ. അങ്ങനെ വീണ്ടും ഞാൻ കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ വീണ്ടും നന്നായി ഇളക്കി കൊടുത്തിരിക്കണം കേട്ടോ. കൈവിടാതെ ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലായി വരും. അപ്പോൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഈ കൺസിസ്റ്റൻസിയിലാവും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളത് മാറ്റി വെക്കേണ്ട ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റായി. അപ്പോൾ ഞാനൊരു കുഞ്ഞു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ട് അതിലോട്ടാക്കിയിട്ട് ഇത് നമ്മുടെ പ്ലേറ്റിൽ ഓരോന്നോരോന്ന് നിരത്തി വെക്കുന്നത് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ആ ഒരു 5-6 പൊട്ടുകടല മാറ്റി വെച്ചത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു. ഒരു പ്രാവശ്യം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഞാനിത് ഷെമീസ് കിച്ചണിൽ നിന്ന് എടുത്താണ് കേട്ടോ. സംഭവം കിടു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ബാലൻസ് വന്നത് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യൂ.